ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡേഴ്സൺസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സിന്റെ 1ാം ഭാഗം ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ഓരോ ചോദ്യങ്ങളും ഓരോ മോഡൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നെങ്കിലും ഓരോ ചോദ്യവും കഴിവതും പല പല മോഡൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. IUPAC നോമൻക്ലേച്ചർ വരും, പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ തന്നെ സിഗ്മ ബോൺസ് പൈ ബോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന സ്ട്രക്ചേഴ്സ് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് സമയം കളയാനില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സ് നിർദ്ദേശിക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2019 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് പരിചയപ്പെടാം. ദി നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ പെന്റ് 2E4Y ഈസ്, അതായത് 5 കാർബൺ ഉണ്ടല്ലേ. En എന്ന് പറയുമ്പോൾ എന്താണ്? ENE. En എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആണ്. YNE വരുന്നത് ട്രിപ്പിൾ ബോണ്ടിനാണ്. ഇവിടെ നോക്കുക, പെൻ 2N4Y. അപ്പോൾ 5 കാർബൺ ഉണ്ടെങ്കിൽ 2ാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ടും 4ാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ടുമാണ് വരേണ്ടത്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇനി 2ാമത്തെ കാർബൺ ആറ്റത്തിൽ എന്താണ്? ഡബിൾ ബോണ്ട്. അപ്പം 2ാമത്തെ കാർബണിൽ നിന്ന് 3ാമത്തെ കാർബണിലേക്കാണ് വരയ്ക്കേണ്ടത്. 2ാമത്തെ കാർബണിൽ നിന്ന് 1ാമത്തെ കാർബണിലേക്ക് ഡബിൾ ബോണ്ട് വരയ്ക്കരുത്. എങ്കിൽ അത് 1E എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് 1ഉം 2ഉം 2 കാർബൺസ് തമ്മിലാണ് ബോണ്ടെങ്കിൽ അവിടെ ലോർഡ്സ് സബ് റൂൾ അനുസരിച്ച് നമ്മൾ ചെറിയ നമ്പറിലാണ് പേര് കൊടുക്കുന്നത്. ഇവിടെ 2ഉം 3ഉം ആണല്ലോ. 2ഉം 3ഉം തമ്മിലാണ് ബോണ്ട് വരുന്നതെങ്കിൽ 2 ആണ് നമ്മൾ പറയുന്നത്. 2E എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ 2 ആൻഡ് 3, 2ഉം 3ഉം തമ്മിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ഇരിക്കട്ടെ. ഇനി 4ാമത്തെ കാർബൺ നോക്കാം. 4ാമത്തെ 4Y എന്ന് പറയുമ്പോൾ 4ാമത്തെ കാർബണും 5ാമത്തെ കാർബണുമായിട്ട് ട്രിപ്പിൾ ബോണ്ടിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രിപ്പിൾ ബോണ്ട് 1, 2, 3 ട്രിപ്പിൾ ബോണ്ട്. ബാക്കി ഒന്നുമില്ല. നമുക്ക് ബാക്കി വാലൻസി നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രോജനെ കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട്. ഇവിടെ ഒരു H വരും. അപ്പോ ബാലൻസ് കറക്റ്റ് ആയി. ഇനി ഇവിടെ ആണെങ്കിലോ 1, 2, 3, 4. അപ്പോ ഇവിടെ ഒരു വര, ഇവിടെ ഒരു ഹൈഡ്രോജൻ, ഇവിടെ ഒരു H കൂടെ വരും, ഹൈഡ്രോജൻ കൂടെ വരും. അപ്പോ ബാലൻസ് ഫുൾ ആയി. ഇനി നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട് ആണ്. പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആണ്. ഒരു ഡബിൾ ബോണ്ടിൽ ഒരു സിഗ്മയും ഒരു പൈയും വരും. ട്രിപ്പിൾ ബോണ്ടിലാണെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും വരും. ഇനി നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ആണ് കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് ഈ കാണുന്ന ഹൈഡ്രോജന് നമ്മൾ സിംഗിൾ ബോണ്ട് അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കുക. അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് എണ്ണാൻ കഴിയും. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് H, ഇവിടെ CH3 ആണ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. ഓക്കെ, ഇനി നമുക്ക് എണ്ണാം സിംഗിൾ ബോണ്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സിഗ്മ വരും. 10 സിഗ്മ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ് 10 സിഗ്മ. ഇനി പൈ ബോണ്ട്സ് നമുക്ക് എണ്ണി നോക്കാം. ട്രിപ്പിൾ ബോണ്ടിൽ നമുക്ക് എത്ര പൈ ബോണ്ട് വരും? ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 3 ബോണ്ട്. അപ്പം ഒരു സിഗ്മയും 2 പൈ ബോണ്ടും വരും. ഒരു സിഗ്മയും 2 പൈ ബോണ്ടുമാണ് ട്രിപ്പിൾ ബോണ്ടിൽ വരുന്നത്. വാട്ട് അബൌട്ട് ഡബിൾ ബോണ്ട്? ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്മയും ഒരു പൈയും. അപ്പൊ ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ 2 പൈ ഉണ്ട്. സോ 1 + 2 3 പൈ. ഓപ്ഷൻ ശരിയാണ്, ഓപ്ഷൻ ബി 10 സിഗ്മ ആൻഡ് 3 പൈ. ഇങ്ങനെയാണ് നമ്മൾ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കണ്ടുപിടിക്കുന്ന മോഡൽ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2018 ചോദിച്ച ചോദ്യമാണ്. Which of the following molecules represents the order of hybridization sp2 sp2 sp sp from left to right atoms? ഇടത് നിന്ന് വലത്തേക്ക് പോകുന്തോറും ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനുകളിലും നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും കാണുന്ന കാർബൺ ആറ്റങ്ങളുടെ ഹൈബ്രിഡൈസേഷൻ sp2 sp2 sp sp എന്ന് പറയുന്നത് ആ ഓർഡർ ഇവയിൽ ഏതെന്നാണ് കണ്ടുപിടിക്കാം. ആദ്യം HC ട്രിപ്പിൾ ബോണ്ട് C എങ്ങനെ വരും? ഇവിടെ 3 ഇവിടെ 1, സോ ലീനിയർ ആണ്. ലീനിയർ എന്ന് പറയുമ്പോൾ sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി ഇവിടെയാണെങ്കിലോ ഇതും ലീനിയർ ആണ്. sp ഹൈബ്രിഡൈസേഷൻ വന്നാൽ ലീനിയർ ആണ്. ഇനി ഇവിടെ ഇതും എന്താണ്? ഇവിടെ 3 ഇവിടെ 1, ഇതും സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇതും എന്താണ്? sp. ഈ കാർബൺ ആണെങ്കിലോ ഇത് ഇങ്ങോട്ട് ഹൈഡ്രോജൻ വരും, സോ ഇതും sp. ഇവിടെ നമുക്ക് 4 കാർബണുകളും sp ആണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. CH2 ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് CH. ഇവിടെ എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ CH2 നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? C ഡബിൾ ബോണ്ട് C എങ്കിൽ ഇങ്ങനെ ഒരു H, ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഈ 2 എച്ചുകൾ വരുന്നത് ഈ മാനറിലാണ്. നമ്മൾ ചുരുക്കി ഷോർട്ട് ഫോം എഴുതുമ്പോഴാണ് ഇങ്ങനെ എഴുതുന്നത്. കറക്റ്റ് സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിങ്ങനെ കിടക്കട്ടെ. അടുത്ത കാർബൺ C, ഇവിടെ H, ഈ കാർബൺ ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് H. അപ്പൊ കണ്ടോ ഇതെന്താണ്? ഈ കാർബൺ ഞാൻ C1 എന്ന് കൊടുത്താൽ C1 എന്താണ്? ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. കണ്ടോ ട്രൈഗോണൽ പ്ലെയിനാർ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ ഈ ഫോമിൽ വരച്ചത്. ഈ മോളിക്യൂളിനെ നോക്കൂ. C1 എന്ന് പറഞ്ഞ് ട്രൈഗോണൽ പ്ലെയിനാർ എന്ന് പറയുമ്പോൾ sp2 ആണ്. ഇതെന്താണ്? sp2. ഇനി C2 എന്താണ്? C2 അത് തന്നെയാണ് അല്ലേ? sp2 ആണ്. കണ്ടോ C1ലേക്കും പിന്നെ ഹൈഡ്രോജനിലേക്കും പിന്നെ എഥൈൻ വരുന്ന പോർഷനിലേക്ക് വരുന്ന ബോണ്ടിങ്, ഇത് മൂന്നും വരുന്നത് ഇവിടെ ട്രൈഗോണൽ പ്ലെയിനാർ ആണ്. ഇത് എന്താണ്? sp2. ഇതും എന്താണ്? sp2. നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാനായി ഇനി C3 നോക്കാം. C3 കണ്ടോ C2ലേക്കും ഇത് C4 എങ്കിൽ C2ലേക്കും C4ലേക്കും ലീനിയർ ആയിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ലീനിയർ എന്ന് പറയുമ്പോൾ sp ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇതെന്താണ്? sp. ഇനി C4 നോക്കി. C3യും ഹൈഡ്രോജനുമായിട്ട് ലീനിയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്? sp ഹൈബ്രിഡൈസേഷൻ. ഇതും sp. അപ്പോൾ sp2 sp2 sp sp sp2 sp2 sp sp. നമ്മുടെ ശരി ഉത്തരം ഏതാണ്? അതെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ശീലമാകാത്ത പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഇത് ആദ്യം ഞാൻ നിങ്ങൾക്ക് സമയമെടുത്ത് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഓപ്ഷൻ സി വെറുതെ നോക്കാം. CH2 എന്ന് വരും? sp2 വരും. CH2 വരുമ്പോൾ sp2. ഇവിടെ CH ഇവിടെ ഒരു ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, മുകളിലേക്ക് ഹൈഡ്രോജൻ വരും. അപ്പൊ ഇത് എന്താണ്? sp2. ഇതാണെങ്കിലോ ഇത് CH ഇവിടെ ഡബിൾ ബോണ്ട്, എന്നാൽ ഈ H എന്ന് പറയുന്നത് മുകളിലോട്ട് താഴോട്ട് വരും. ഏത്? ഇതുപോലെ. അപ്പോൾ ഇതും എന്താണ്? sp2 ആണ്. sp2 ഇവിടെ എന്ത് വരും? ഇതും sp2 ആണ്. sp2. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ എന്ത് വരും? sp2 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 sp2. ഇതല്ല. ഓപ്ഷൻ ഡി എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. നമ്മൾ ഈ മോളിക്യൂളിനെ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കണം? CH3 3 ഹൈഡ്രോജൻ. ഓക്കെ, നാലാമത്തെ ബോണ്ട് അടുത്ത കാർബണുമായിട്ട്, ആ കാർബൺ ഒരു ഹൈഡ്രോജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. അടുത്ത ഡബിൾ ബോണ്ട്, ആ ഡബിൾ ബോണ്ട് വേറൊരു കാർബൺ. ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? CH ഇവിടെ കൊടുക്കാം. കാർബൺ CH3 H1 H2 H3. ഇതാണ് മോളിക്യൂളിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ ഇവിടെ CH3 കണ്ടോ, ഇത് sp3 ആണ്. അപ്പോൾ ആദ്യത്തെ കാർബൺ എന്താണ്? sp3. രണ്ടാമത്തെ കാർബൺ നോക്കാം. C മുകളിലേക്ക് സിംഗിൾ ബോണ്ട് ഹൈഡ്രോജൻ, ഒരു സിംഗിൾ ബോണ്ട് കാർബൺ, അടുത്ത ഡബിൾ ബോണ്ട് കാർബൺ. ഇത് sp2 ആണ്.
അപ്പോൾ ഇവിടെ എന്ത് വരും? sp2. ഇനി മൂന്നാമത്തെ കാർബൺ, ഇത് ഈ കാർബൺ ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്കുണ്ട്, ഒരു സിംഗിൾ ബോണ്ട് ഹൈഡ്രോജനുമായിട്ടുണ്ട്, അടുത്ത ഒരു സിംഗിൾ ബോണ്ട് അടുത്ത കാർബണുമായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ട്രിഗോണൽ പ്ലെയിനാർ എന്ന് പറയുമ്പോൾ sp2 ട്രിഗോണൽ പ്ലെയിനാർ. അടുത്ത നാലാമത്തെ നോക്കാം. സിംഗിൾ ബോണ്ട് ഹൈഡ്രോജൻ, സിംഗിൾ ബോണ്ട് ഹൈഡ്രോജൻ, സിംഗിൾ ബോണ്ട് ഹൈഡ്രോജൻ, സിംഗിൾ ബോണ്ട് കാർബൺ. 4 സിംഗിൾ ബോണ്ടുകളാണ്. സോ ടെട്രാഹെഡ്രൽ മാനറിൽ വരും sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നാലാമത്തെ ഓപ്ഷൻ ഡി എങ്ങനെയാ വരുന്നത്? sp3 sp2 sp2 sp3. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എങ്കിലും ഇത് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നതാണ് ഞാൻ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, നമുക്ക് ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട് ഇവിടെ. ഈ സ്ട്രക്ചർ നോക്കിയിട്ട് ചോദ്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പൈ ബോണ്ട് ഇലക്ട്രോൺസ് എന്നാണ്. ഇതിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ പൈ ബോണ്ട് ആണ് ചോദിക്കുന്നതെന്ന് കരുതി പൈ ബോണ്ടിന്റെ മാത്രം എണ്ണം നിങ്ങൾ എടുത്തിട്ട് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. തിരിഞ്ഞു പോകരുത്. പൈ ബോണ്ട് അല്ല, പൈ ബോണ്ട് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ പൈ ബോണ്ടും പൈ ബോണ്ട് ഇലക്ട്രോൺസും എണ്ണ വ്യത്യാസമുണ്ട്. എത്ര നമ്പർ ഓഫ് പൈ ബോണ്ട് ആണ് വരുന്നത് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പൈ ഇലക്ട്രോൺസ് കിട്ടും. കാരണം 2 ഇലക്ട്രോണുകൾ ചേർന്നാണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 പൈ ഇലക്ട്രോൺസ് ചേരുമ്പോൾ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും. നമുക്കിവിടെ എത്ര പൈ ബോണ്ട് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് ചോദ്യം. ഇവിടെ ഇതൊരു പൈ ബോണ്ട് ആണ്, കാരണം ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടുകളും ഉണ്ട്. ഇവിടെ എന്താണ്? ഒരു പൈ ബോണ്ട് ഉണ്ട്. ഇനി ഇവിടെ അടുത്ത പൈ ബോണ്ട് ഡബിൾ ബോണ്ട് കണ്ടു. ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട് 1. ഇവിടെ ഒരു പൈ ബോണ്ട് 1. ഇവിടെ ഒരു പൈ ബോണ്ട് 1. സോ 1 1 1 1 എത്ര വരും? 4. 4 പൈ ബോണ്ട് ഉണ്ട്. ചോദ്യം പൈ ബോണ്ട് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? into 2. 4 into 2 8 ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ചോദ്യം എന്തായിരുന്നു? നമ്പർ ഓഫ് പൈ ബോണ്ട് ഇലക്ട്രോൺസ് ഇൻ ദി ഫോളോയിങ് സ്ട്രക്ചർ. ഈ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിലെ പൈ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പൈ ബോണ്ടിന്റെ എണ്ണം കണ്ടുപിടിച്ചു, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം കിട്ടി. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, the state of hybridization of C2, C3, C5 and C6 of the hydrocarbon. ഇവിടെ നമുക്ക് ഒരു ഹൈഡ്രോകാർബൺ തന്നിട്ടുണ്ട്. അതില് അവർ തന്നെ നമുക്ക് നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഈ കാണുന്ന കാർബൺ C1 ആണ്, ഇത് 2 ആണ്. അങ്ങനെ സ്ട്രൈറ്റ് ചെയിൻ 1 തുടങ്ങി 7 വരെ അവർ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ C2 ഇത് C2, C3, C5 and C6 ഈ 4 കാർബണുകളിലെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ ചോദിച്ചിട്ടുള്ളത് കണ്ടുപിടിക്കാം. നമ്മൾ നേരെ ചെയ്തതുപോലെ ചെയ്യാം. C2 നോക്കുക. ഇവിടെ C1-ഉമായിട്ട് ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ C3-ഉമായിട്ട് സിംഗിൾ ബോണ്ട്. അപ്പൊ എങ്ങനെ വരും? ലീനിയർ ആയിട്ട് വരും. ലീനിയർ എന്ന് പറയുമ്പോൾ sp ഹൈബ്രിഡൈസേഷൻ ആണ്. C2 എന്ന് പറയുമ്പോൾ C2 sp വരണം. sp അപ്പൊ നമുക്ക് ഓപ്ഷൻ എ അല്ല, കാരണം ഓപ്ഷൻ എ സ്റ്റാർട്ടിംഗിൽ sp3 ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം sp വരും. അടുത്തത് C3 നോക്കാം. C3 നോക്കിയേ, C2 C4-ഉമായിട്ട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലെ ബ്രാഞ്ച് മീഥൈൽ ബ്രാഞ്ചുമായിട്ട് ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ഹൈഡ്രോജനുമായിട്ട് ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ C3 എന്ന് പറയുന്ന കാർബണിന് ചുറ്റും 4 സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ടെട്രാഹെഡ്രൽ ആണ്. ടെട്രാഹെഡ്രൽ sp3 ഹൈബ്രിഡൈസേഷൻ. സോ സെക്കൻഡ് വരേണ്ടത് sp3 ആണ്. sp3 ആണ് വരേണ്ടത്, sp2 അല്ല. അപ്പോൾ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബിയും അല്ല. ഓക്കെ, sp3. ഇനി C5 നമുക്ക് നോക്കാം. C4ലേക്ക് ഡബിൾ ബോണ്ട്, C6ലേക്ക് സിംഗിൾ ബോണ്ട്, ഇനി വേറെ ഒരു ഹൈഡ്രോജൻ ഉണ്ട്. സോ ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ട്രിഗോണൽ പ്ലെയിനാർ. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ. C5 എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ, sp2 ശരിയാണ്.
ഇനി ആറാമത്തെ കാർബൺ എന്താണ്? 4 സിംഗിൾ ബോണ്ട് 4 എന്ന് വരുമ്പോൾ അതെന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ. സോ ലാസ്റ്റ് C6 എന്ന് പറയുന്നത് sp3 വരണം. ആണോ? sp3. യെസ്, sp3 sp2 ആൻഡ് sp3. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം എത്ര കാർബണാണ്, എത്ര ബോണ്ടുകളാണ് വീതം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നോക്കുക. 3ഉം 1ഉം വരികയാണെങ്കിൽ രണ്ട് സൈഡിൽ, ഒരു സൈഡ് 3ഉം ഒരു സൈഡ് 1ഉം വരികയാണ്. 3+1 അല്ലെങ്കിൽ 1+3 എന്ന മാനറിൽ വരികയാണെങ്കിൽ അത് ലീനിയർ ആയിരിക്കും. സോ sp ഹൈബ്രിഡൈസേഷൻ. ഇനി 1-1-2 അല്ലെങ്കിൽ 2-1-1 1-2-1 അങ്ങനെ വരികയാണെങ്കിൽ, രണ്ട് സിംഗിൾ ബോണ്ടും ഒരു ഡബിൾ ബോണ്ടും വരികയാണെങ്കിൽ അത് ട്രൈഗോണൽ പ്ലെയിനാർ വരും. അപ്പോൾ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി 4 സിംഗിൾ ബോണ്ട് ആണെങ്കിൽ 1-1-1-1 4 സിംഗിൾ ബോണ്ട് വരികയാണെങ്കിൽ അത് ടെട്രാഹെഡ്രലി ഓറിയന്റേഷൻ ആണ്, അതായത് sp3 ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾ ആ ഒരു മാനർ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, a straight chain hydrocarbon has the molecular formula C8H10. C8H10 എന്ന മോളിക്യുലർ ഫോർമുല വരുന്ന ഒരു ഹൈഡ്രോകാർബൺ ഉണ്ട്. അത് സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോകാർബൺ ആണ്. ഇനി അവിടെ ബ്രാഞ്ച് വരുന്നില്ല, പറയുന്നുണ്ട് the hybridization of the carbon atoms from one end of the chain to the other end are respectively sp3 sp2 sp2 sp3 sp2 sp2 sp and sp. അങ്ങനെയാണെങ്കിൽ the structural formula of the hydrocarbon. നമ്മൾ ആദ്യം ചെയ്തത് മോളിക്യൂളിന്റെ സ്ട്രക്ചർ അവർ തന്നിട്ട് നമ്മൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുകയായിരുന്നു. ഇവിടെ റിവേഴ്സ് ആണ്. ഹൈബ്രിഡൈസേഷൻ തന്നിട്ടുണ്ട്, നമ്മൾ സ്ട്രക്ചർ കണ്ടുപിടിക്കും. ചെയ്യാം നമുക്ക്. ഒന്നാമത്തെ കാർബൺ sp3 എന്ന് പറയുമ്പോൾ അവിടെ ഒരു CH3 സിംഗിൾ ബോണ്ട് വരും. CH3 സിംഗിൾ ബോണ്ട്. കാരണം ഇവിടെ 3 ഹൈഡ്രോജൻസ് ഉണ്ട്. 3 ഹൈഡ്രോജൻസും സിംഗിൾ ബോണ്ട് ആണ്. പിന്നെ അടുത്ത കാർബണിലേക്ക് ഒരു സിംഗിൾ ബോണ്ട്. സോ 3+1 4 4 സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ടെട്രാഹെഡ്രൽ ആണ്. അപ്പോൾ ആദ്യത്തെ ബോണ്ട് CH3 വരും. ഇവിടെ എല്ലാത്തിലും CH3 ആദ്യം വരുന്നുണ്ട്. അപ്പോൾ അതന്നെ നമുക്ക് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് sp2 വരണമെങ്കിൽ ഇവിടെ സിംഗിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് CH ഡബിൾ ബോണ്ട് എന്ന് വരും. എങ്ങനെ വരണം? CH ഡബിൾ ബോണ്ട് വരും. കാര്യം അപ്പൊ എങ്ങനെ വരും? ഒരു ഡബിൾ ബോണ്ട്, രണ്ട് സിംഗിൾ ബോണ്ട്. ഏതാണ് രണ്ട് സിംഗിൾ ബോണ്ട്? ഒന്ന് CH3യിലേക്കുള്ള സിംഗിൾ ബോണ്ട്, പിന്നെ ഒന്ന് ഈ കാർബൺ ഹൈഡ്രോജനുമായിട്ടുള്ള സിംഗിൾ ബോണ്ട്. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് വരും. ദാറ്റ് വിൽ ബി അവർ കോമ്പിനേഷൻ. അങ്ങനെ വരുന്നുണ്ടോ? അങ്ങനെ ഇല്ലാത്തത് ഇവിടെ ഓപ്ഷൻ ബി ഇല്ല, ഓപ്ഷൻ എയും ഇല്ല. അടുത്തത് മൂന്നാമത്തെ കാർബൺ sp2 വീണ്ടും ഇത് തന്നെ വരും. CH സിംഗിൾ ബോണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് എവിടെ വന്നു? ഓൾറെഡി രണ്ടാമത്തെ കാർബണിലേക്ക് വന്നു കഴിഞ്ഞു. അവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞു. നമുക്ക് രണ്ട് സിംഗിൾ ബോണ്ടാണ് വേണ്ടത്. ഒരു സിംഗിൾ ബോണ്ട് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നു. ഇനി ഒരു സിംഗിൾ ബോണ്ട് ഹൈഡ്രോജനുമായിട്ട് സിംഗിൾ ബോണ്ടഡ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ചെയിൻ ഇങ്ങനെയാണ് വരേണ്ടത്. നാലാമത്തെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3 എന്ന് പറയുമ്പോൾ 4 സിംഗിൾ ബോണ്ട് വരണം. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കണം? CH2 സിംഗിൾ ബോണ്ട്. കണ്ടോ? രണ്ട് സിംഗിൾ ബോണ്ട് ഉണ്ട്. ഈ രണ്ട് സിംഗിൾ ബോണ്ട് എവിടെയാ? രണ്ട് ഹൈഡ്രോജനുമായിട്ട് സിംഗിൾ ബോണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് CH2 എന്ന് വരും. ഇനി നമ്മളിപ്പോ ഏതുവരെ? 1 2 3 4 1 2 3 4. ഇനി അഞ്ചാമത്തെ കാർബൺ sp2 എന്ന് പറയുമ്പോൾ വീണ്ടും CH ഡബിൾ ബോണ്ട്. ഇനി ആറാമത്തെ കാർബൺ വീണ്ടും sp2. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞു. സോ CH സിംഗിൾ ബോണ്ട്. ഏഴാമത്തെ കാർബൺ sp. അപ്പോൾ അവിടെ എങ്ങനെ വരണം? C ട്രിപ്പിൾ ബോണ്ട്. കാരണം 3+1 ആ ഒരു മാനുവലാണ് വരേണ്ടത്. എങ്കിൽ അത് ലീനിയർ ആവുകയുള്ളൂ. സോ 7th കാർബൺ sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അത് C ട്രിപ്പിൾ ബോണ്ട് എന്ന് വരും. ഇനി ലാസ്റ്റ് കാർബൺ എങ്ങനെയാണ്? sp എന്ന് പറയുമ്പോൾ വീണ്ടും ലീനിയർ. സോ CH. കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇത് നമുക്ക് ഈ സ്ട്രക്ചർ ടാലി ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി.
CH. ഓക്കെ, നമുക്ക് നോക്കാം. എയും ബിയും പോയി, ഓപ്ഷൻ സി നോക്കാം. CH3, CH, CH, CH2, C ട്രിപ്പിൾ ബോണ്ട് C വന്നു. അപ്പോൾ ഓപ്ഷൻ സി അല്ല, ഇനി ഓപ്ഷൻ ഡി നോക്കാം. CH3, CH, CH, CH2, CH, CH, C, CH. ശരിയാണ്. നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ തന്നിട്ട് നമ്മൾ സ്ട്രക്ചർ എഴുതുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം എങ്ങനെ ചെയ്തു? സ്ട്രക്ചർ തന്നിട്ട് ഹൈബ്രിഡൈസേഷൻ എഴുതി. അപ്പോൾ നിങ്ങൾ രണ്ട് മോഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലാകാത്തവർക്ക് ദയവായി ഈ വീഡിയോ വീണ്ടും ഈ പോർഷൻ വീണ്ടും കാണുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ബോണ്ട് ആംഗിൾ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ചോദ്യം നമുക്ക് നോക്കാം. The chlorine carbon chlorine angle in 1122 tetrachloroethene and tetrachloromethane respectively will be about. നമുക്ക് രണ്ട് മോളിക്യൂൾ തന്നിട്ടുണ്ട് ഇവിടെ. എന്തൊക്കെയാണ്? 1122 ടെട്രാക്ലോറോഈഥീനും ടെട്രാക്ലോറോമീഥേനും. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ക്ലോറിൻ ബോണ്ട് ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ബോണ്ട് ആംഗിൾ നിങ്ങൾ കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്നൊക്കെ കൺഫ്യൂഷൻ വരും. ഒന്നുമില്ല, സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഹൈബ്രിഡൈസേഷൻ മാത്രം നോക്കുക. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബോണ്ട് ആംഗിൾ കിട്ടും. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യത്തെ കോമ്പൗണ്ട് 1122 ടെട്രാക്ലോറോഈഥീൻ. ethene number of carbon atoms 2. ഇനി ene double bond, so C double bond C. ഇനി 1122 ഒരു കാർബണിൽ 2 ക്ലോറിൻ, അടുത്ത കാർബണിലും 2 ക്ലോറിൻ. ഇതാണ് 1122 ടെട്രാക്ലോറോഈഥീൻ. സ്ട്രക്ചർ നിങ്ങൾ നോക്കൂ. ഇവിടെ ബോണ്ട് ആംഗിൾ എത്ര വരും? ഓരോ കാർബൺ ക്ലോറിൻ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി വരുന്നത്. കാരണം എന്താണ്? sp2 hybridization, so trigonal planar, triangular planar, trigonal planar. അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും ബോണ്ട് ആംഗിൾ വരുന്നത്. അപ്പോൾ ഇതിന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ഇനി അടുത്തത് ടെട്രാക്ലോറോമീഥേൻ. മീഥേൻ എന്ന് പറയുമ്പോൾ ഒരു കാർബണും 4 സിംഗിൾ ബോണ്ടുകളുമാണ് വരുന്നത്. ഇനി അവിടെ 4 ക്ലോറിൻ അറ്റാച്ച് ചെയ്യുക. ഹൈഡ്രോജന് പകരം 4 സൈറ്റുകളിലും ഹൈഡ്രോജന് പകരം ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ടെട്രാക്ലോറോമീഥേൻ. ഇതിന്റെ വേറൊരു പേരാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പൊ ഇതെന്താണ്? ഇത് ടെട്രാഹെഡ്രൽ ജിയോമെട്രിയാണ്. സോ 109 ഡിഗ്രി 28 എന്ന് വരും. നമുക്ക് തന്നിട്ടുള്ള 109.5 എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനെ 109.5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 120 ഡിഗ്രി ആൻഡ് 109.5 ഉണ്ടോ? 120 ഡിഗ്രി ആൻഡ് 109.5. അതായത് നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരും. ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. എങ്ങനെ ചിന്തിക്കണം നമുക്ക് നോക്കാം. An organic compound X molecular formula C6H7O2N has 6 carbon atoms in a ring system, 2 double bonds and nitro group as substituent. അങ്ങനെയാണെങ്കിൽ X എന്ന് പറയുന്നത് എന്താണ്? Homocyclic but not aromatic, aromatic but not homocyclic, homocyclic and aromatic, heterocyclic and aromatic. നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ആദ്യം മോളിക്യുലർ ഫോർമുല തന്നിട്ടുണ്ട്, നമുക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്, നമുക്ക് 2 ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ് 2 ക്ലൂ? 6 കാർബൺ ആറ്റംസ് ഇൻ എ റിംഗ് സിസ്റ്റം. ഇനി 2 ഡബിൾ ബോണ്ട്സ് ആൻഡ് നൈട്രോ ഗ്രൂപ്പ്. നമുക്ക് ഇത്രയും മാത്രം മതി. 6 കാർബൺ വരുന്ന റിംഗ് സിസ്റ്റം എങ്ങനെ വരും? ഹെക്സാഗണൽ മാനുവൽ വരും. പക്ഷെ ബെൻസീൻ നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. കാരണം ബെൻസീനിൽ നമുക്ക് 3 ഡബിൾ ബോണ്ട് വരും. നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് 2 ഡബിൾ ബോണ്ട്സ് എന്നാണ്. അപ്പോൾ നമ്മൾ 2 ഡബിൾ ബോണ്ട് മാത്രം കൊടുക്കുക. നോക്കാം എങ്ങനെ വരുന്നത്. ആദ്യം 6 കാർബൺ ആറ്റം വരുന്ന 6 മുക്കുള്ള റിംഗ് സിസ്റ്റം വരയ്ക്കുക. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി 2 ഡബിൾ ബോണ്ട് മാത്രം കൊടുക്കുക. 1 2. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഒരു നൈട്രോ ഗ്രൂപ്പ് വരും. അതായത് ഇങ്ങനെ NO2.
നമ്മുടെ കോമ്പൗണ്ട് ആയോ നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമ്പർ ഓഫ് ഹൈഡ്രോജൻസ് 1. ഇവിടെ ഒരു ഹൈഡ്രോജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രോജൻ, ഇവിടെ ഒരു ഹൈഡ്രോജൻ, ഇവിടെ ഒരു ഹൈഡ്രോജൻ. ഇനി H രണ്ട് ഹൈഡ്രോജൻസ് വരും. ഇവിടെ ഇത് എന്താണ് sp3 ആണ്. നമുക്ക് 3 ബോണ്ട് പോയിട്ടുണ്ട്. അതിനർത്ഥം റിമൈനിങ് 1 ബോണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രോജൻ ആണ്. അപ്പോൾ ഇവിടെയും സിംഗിൾ ബോണ്ട് H നമ്മുടെ കോമ്പൗണ്ട് ആയി കഴിഞ്ഞു. നമുക്ക് സമയം നോക്കാം. ഈ ഫോർമുല വരുന്നുണ്ടോ? C6 1 2 3 4 5 6 C6 വന്നു. ഇനി 7 H നോക്കാം. ഹൈഡ്രോജൻസ് 1 2 3 4 5 6 7 H7 വന്നു. ഇനി O2 N. യെസ്, നമ്മുടെ കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് കോമ്പൗണ്ട്. ഇനി നമുക്ക് നോക്കാം ഇത് എന്താണ്, ആലിഫാറ്റിക് ആണോ അരോമാറ്റിക് ആണോ നോക്കാം. ഇവിടെ നമുക്ക് റിംഗ് സിസ്റ്റം ഉണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട്. പക്ഷെ കോൺജുഗേഷൻ അത്ര എക്സ്റ്റെൻഡ് ഇല്ല. കാര്യം ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് വരുന്നില്ല. ഇവിടെ 2 സിംഗിൾ ബോണ്ട് കഴിഞ്ഞ് ഡബിൾ ബോണ്ട് വരുന്നു. അപ്പോൾ കോൺജുഗേഷൻ പറയാൻ കഴിയില്ല, അവിടെ അരോമാറ്റിക് അല്ല. ഈ റിംഗിനകത്തുള്ള ആറ്റംസ് എല്ലാം തന്നെ കാർബൺ ആണ്. റിംഗിനകത്ത് വരുന്ന എല്ലാ കാർബൺ, ഈ റിംഗ് ഫോം ചെയ്യാൻ എടുത്തിരിക്കുന്ന എല്ലാ ആറ്റംസും കാർബൺ ആണ്. സോ സെയിം കൈൻഡ് ഓഫ് ആറ്റം ആണ് എന്ന് പറയുമ്പോൾ ഹോമോസൈക്ലിക് ആണ് പറയുന്നത്, ഹെറ്ററോസൈക്ലിക് അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല, അപ്പോൾ ഹോമോസൈക്ലിക് ആണ്. ഇനി അരോമാറ്റിക് ആണോ? അല്ല. നമ്മൾ ആദ്യം പറഞ്ഞു അരോമാറ്റിക് വരുന്നില്ല, കാരണം ഇവിടെ കോൺജുഗേഷൻ വരുന്നില്ല. അപ്പോൾ നോട്ട് അരോമാറ്റിക്, അതായത് ഹോമോസൈക്ലിക് ബട്ട് നോട്ട് അരോമാറ്റിക്. നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഹോമോസൈക്ലിക് ബട്ട് നോട്ട് അരോമാറ്റിക്. ഇത് ഹോമോസൈക്ലിക് ആണ്, അതായത് എല്ലാ ഇതിലെ ഈ റിംഗിനകത്ത് റിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ കണ്ണികളും ആറ്റംസ് സെയിം ആണ്. ഏതാണ് ആറ്റം? കാർബൺ. ഇതിന് റിംഗിലെ എല്ലാ ആറ്റംസും കാർബൺ ആണല്ലോ. അപ്പോൾ കാർബൺ ഹോമോസൈക്ലിക് ആണ്. ഇനി അരോമാറ്റിക് ആണോ? അല്ല, കാരണം എക്സ്ചേഞ്ച് ഓഫ് കോൺജുഗേഷൻ ഇല്ല. അപ്പോൾ ഉണ്ടായിരുന്ന ബെൻസീൻ വന്നിട്ട് അരോമാറ്റിക് എന്ന് പറയാമായിരുന്നു, അപ്പോൾ അതും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം, നമുക്ക് ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. സ്ട്രക്ചർ തന്നിട്ട് IUPAC നെയിം ആണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഈ മോളിക്യൂളിൽ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതെന്താണ്? CHO, ആൽഡിഹൈഡ്, ഇനി കീറ്റോൺ, ഇനി ഡബിൾ ബോണ്ട്, സോ ആൽക്കീൻ. 3 ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ആൽക്കീന്റെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് പറയാറില്ല, എന്നാലും അതൊരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്, ഗ്രൂപ്പാണ്. ഇനി നമുക്ക് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഒറ്റ കോമ്പൗണ്ടിൽ ഒറ്റ മോളിക്യൂളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ ആ മോളിക്യൂളിൽ നമ്മൾ നോമൻക്ലേച്ചർ കൊടുക്കുന്നതിന് ഒരു പ്രയോറിറ്റി ഉണ്ട്. നിങ്ങൾ ആ പ്രയോറിറ്റിയുടെ ഓർഡർ കാണാതെ പഠിക്കുക. അതിന് സിമ്പിൾ ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ടെക്നിക്ക്, ആദ്യം ആസിഡ് വരും, COOH. ആദ്യം ആര് വരും? ആസിഡ് വരും. ഇനി ആസിഡ് എന്ന് പറയുമ്പോൾ COOH മാത്രമാണോ? അല്ല, SO3H ഉണ്ട്. SO3H എന്താണ്? ആസിഡ് ആണ്. സോ സെക്കൻഡ് ആര് വരും? SO3H. മൂന്നാമത്തേത് ആസിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരാണ് വരുന്നത്? അവിടുത്തെ ഒരു H മാറി ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന എസ്റ്റർ വരും. സോ മൂന്നാമത്തേത് എസ്റ്റർ ആണ്, COOR. ഓക്കെ, ആസിഡ് 2 ആസിഡ് വന്നു, അത് കഴിഞ്ഞ് എസ്റ്റർ. എസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് അസൈൽ ക്ലോറൈഡ്. ആരാണ്? അസൈൽ ക്ലോറൈഡ്, COCl. ഓക്കെ, അസൈൽ ക്ലോറൈഡ് കഴിഞ്ഞാൽ ഇനി നമുക്ക് വരുന്നതെല്ലാം ക്ലോറൈഡ്, IDE എൻഡ് ചെയ്യുന്നത് പോലെയുള്ള സ്പീഷീസുകളാണ് താഴെ വരുന്നത്. അസൈൽ ക്ലോറൈഡ്, അത് കഴിഞ്ഞിട്ട് അമൈഡ്, CONH2 അമൈഡ്, അത് കഴിഞ്ഞ് സയനൈഡ്, CN സയനൈഡ്, അത് കഴിഞ്ഞ് വീണ്ടും ആൽഡിഹൈഡ്, CHO. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ആദ്യം ആസിഡ്, പിന്നെ എസ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഐഡുകൾ, അസൈൽ ക്ലോറൈഡ്, അമൈഡ്, സയനൈഡ്, ആൽഡിഹൈഡ്, അത് കഴിഞ്ഞിട്ട് നമുക്ക്
ആൽഡിഹൈഡ് കഴിഞ്ഞാൽ ആരാ വരുന്നത് നമുക്കറിയാം. ആരാണ്? കീറ്റോൺ. ആൽഡിഹൈഡ് കഴിഞ്ഞാൽ കീറ്റോൺ വരും. അത് നമുക്കറിയാം. ആൽഡിഹൈഡും കീറ്റോൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ഇനി കീറ്റോൺ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ആൽക്കഹോൾ. OH കണ്ടോ? CO കഴിഞ്ഞാൽ OH. അതെങ്ങനെ ഓർത്തിരിക്കും? COOH കണ്ടോ? നമ്മൾ ആദ്യം എഴുതിയ ആസിഡ് COOH അങ്ങനെ ഓർത്തുന്ന മതി. CO അത് കഴിഞ്ഞ OH. അത് കഴിഞ്ഞ് വരുന്നത് അമീൻ. അമീൻ NH2 അമീൻ. ഇനി അമീൻ എന്ന് എന്ത് ചെയ്യുന്ന പോലെ ആൽക്കീൻ. അമീൻ ആൽക്കീൻ. അമീൻ ആൽക്കീൻ. ആൽക്കീൻ കഴിഞ്ഞാൽ ആരാണ്? ആൽക്കൈൻ. ആൽക്കൈൻ C ട്രിപ്പിൾ ബോണ്ട് C. ഓക്കെ, ഇവിടെ 4 ടെട്രാ വാലൻസ് നമുക്ക് എങ്ങനെ വരും? ഇതാണ് നമ്മുടെ പ്രയോറിറ്റി ഓർഡർ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയുണ്ട്? ആൽഡിഹൈഡ് ഉണ്ട്, കീറ്റോൺ ഉണ്ട്, ആൽക്കീൻ ഉണ്ട്, അതായത് ഇത് C ഡബിൾ ബോണ്ട് C. ഓക്കെ, നമ്മൾ ആൽഡിഹൈഡ് പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കീറ്റോണും ഉണ്ട്, ആൽക്കീനും ഉണ്ട്. ആൽഡിഹൈഡ് കഴിഞ്ഞാൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? കീറ്റോണിനാണ്. അപ്പോൾ കീറ്റോണിന് സ്മോളസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പറിംഗ് കൊടുക്കേണ്ടത്. 1 2 3 4 5 6 ഈ ഓർഡറിൽ വേണം കൊടുക്കാൻ. തിരിച്ചു കൊടുക്കരുത്, ഇങ്ങനെ വേണം കൊടുക്കാൻ. ഇവിടെ നിന്ന് ഇതിലേക്ക് പോകുമ്പോൾ നമ്പർ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കീറ്റോണിന് നമ്പർ 3 വരും, ഇതിന് നമ്പർ 4 വരും. തിരിച്ചു കൊടുക്കരുത്. പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ when compared to alkene and ketone നമുക്ക് കിട്ടുന്നത് കീറ്റോൺ എന്നാണ്. സോ കീറ്റോണിന്റെ നമ്പർ ചുരുങ്ങിയിരിക്കണം, ആ ഓർഡർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതാണ് കിട്ടിക്കഴിഞ്ഞു. ഇനി നോക്കാം ഓപ്ഷൻ എങ്ങനെ വരും. നമുക്ക് 3 കീറ്റോ എന്ന് വരും. 3 കീറ്റോ 3 കീറ്റോ വന്നു. ഇനി 2 മീഥൈൽ വന്നു. ഇനി ഹെക്സ് എത്രയാണ്? ഇവിടെ 4ലും 5ലും 1 ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? in between 4 and 5 ആണെങ്കിൽ നമ്മൾ 4 ആണ് പറയേണ്ടത്. അപ്പോൾ 4 ഈനാണെന്ന് വരും. 3 കീറ്റോ 2 മീഥൈൽ ഹെക്സ് 4 ഈനാണെന്ന് വരും. അതായത് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബാക്കി 3 റോങ് ഓപ്ഷൻസ് ആണ്. നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പ്രയോറിറ്റി നിങ്ങൾ ഈ ഓർഡർ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ആദ്യം ഓർഡർ അറിയെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം മസ്റ്റ് പഠിക്കേണ്ട ഈ ഓർഡറാണ്. ഈ ഓർഡർ പഠിക്കുക. ശേഷം പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ നമ്പർ ആദ്യം കൊടുക്കുക. ആൽഡിഹൈഡ് ആദ്യം ആൽഡിഹൈഡിന്റെ പേര് വരുന്നുണ്ടോ നോക്കുക. അവസാനം സഫിക്സിൽ വരണം. ഇനി ബാക്കി പ്രയോറിറ്റി നോക്കേണ്ടത് അവര് ആൽഡിഹൈഡ് വന്നു കഴിഞ്ഞു. ഇനി കീറ്റോണും ആൽക്കീനും തമ്മിലാണ് നമ്മൾ കമ്പാരിസൺ വരേണ്ടത്. അവിടെ കീറ്റോണും ആൽക്കീനും നോക്കുമ്പോൾ പ്രയോറിറ്റി വരുന്നത് കീറ്റോണിനാണ്. കാരണം ആൽക്കീനേക്കാളും മുകളിലാണ് കീറ്റോൺ വന്നിരിക്കുന്നത്. അപ്പോൾ കീറ്റോണിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്? നമ്പറിൽ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2013 രീതിയിൽ ചോദിച്ചതാണ്. The structure of isobutyl group in an organic compound. ഓർഗാനിക് കോമ്പൗണ്ടിലെ ഐസോബ്യൂട്ടൈൽ എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ സ്ട്രക്ചർ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ അത് പഠിച്ചു വെച്ചിരിക്കുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള ബ്യൂട്ടൈൽ ആണ്. അവിടെ അത് സ്ട്രൈറ്റ് ആയ നോർമൽ ആയ ബ്യൂട്ടൈൽ ആണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബിയിൽ നമുക്ക് സെന്ററിൽ വരുന്ന കാർബൺ ആറ്റത്തിൽ എത്ര മീഥൈൽ ഗ്രൂപ്പുകൾ ലിങ്കാണ്? 1 2 3. അപ്പോൾ 3 കാർബൺ ആറ്റവും ലിങ്ക്ഡ് ആണ്. സോ ഇതിന് പറഞ്ഞ പേര് ടെർഷ്യറി ബ്യൂട്ടൈൽ എന്നാണ്. ടെർഷ്യറി ബ്യൂട്ടൈൽ. ഓപ്ഷൻ സി എന്താണ്? ടെർഷ്യറി ബ്യൂട്ടൈൽ. ടെർഷ്യറി ബ്യൂട്ടൈൽ. കാരണം എന്താണ്? ബ്രാഞ്ച് വരുന്ന അറ്റാച്ച് ചെയ്യുന്ന കാർബണില് ആ കാർബണിൽ നിന്ന് 3 കാർബണുകളിലേക്ക് ബ്രാഞ്ച് പോയിട്ടുണ്ട്. സോ 3 കാർബൺ ആകുമ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ബ്രാഞ്ച് വരുന്ന കാർബൺ പോയിരിക്കുന്നത് 2 കാർബണുകളിലേക്കാണ് അല്ലേ? 2 കാർബണുകളിലേക്ക് ബോണ്ട് പോകുമ്പോൾ അത് സെക്കൻഡറി ബ്യൂട്ടൈൽ. എന്താണിത്?
സെക്കൻഡറി ബ്യൂട്ടൈൽ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരിയുത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇതാണ് ഐസോ ബ്യൂട്ടൈൽ. ഇവിടെ നമുക്ക് സെക്കൻഡറി ടെർഷറി പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാർബൺ ഇതാണ്. ഈ കാർബണിലാണ് നമ്മളിപ്പം R ഗ്രൂപ്പ് നമ്മുടെ ഒരു ആൽക്കൈനോ എന്ത് കോമ്പൗണ്ട് ഒക്കെ ആണെങ്കിൽ ആ ആൽക്കൈൻ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പ്രൈമറി മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം ഈ കാർബൺ ഒരു കാർബണുമായിട്ടാണ് ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് പ്രൈമറി. അതുകൊണ്ട് നമുക്ക് ഇതിന് സെക്കൻഡറി ടെർഷറി പറയുന്നില്ല. പകരം നമ്മൾ ഐസോ ബ്യൂട്ടൈൽ എന്ന് പറയും. ഐസോ എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോ എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണ് ഐസോ. കാരണം 1 2 3 4 4 കാർബണാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഐസോ ബ്യൂട്ടൈൽ. നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത് നമുക്ക് ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോമ്പൗണ്ടിന്റെ പേര് തന്നിട്ടുണ്ട്. IUPAC നെയിം തന്നിട്ടുണ്ട്. The structure of the compound whose IUPAC name is 3-ethyl 2-hydroxy 4-methyl 3-hex-N 5-ionoic acid. ഇതാണ് കോമ്പൗണ്ടിന്റെ പേര്. ഇത് IUPAC നെയിം ആണ്. നമുക്കിവിടെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് ശരി ഉത്തരമെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ചെയ്തു വരണം. ഷോർട്ട് കട്ട് ഒന്നും നമുക്ക് പറയാനില്ല. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക ഓരോന്നായിട്ട്. ഇവിടെ ഹെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 6 കാർബൺ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 6 കാർബൺ സ്ട്രൈറ്റ് നമുക്ക് എഴുതാം. 1 2 3 4 5 6. ഓക്കെ, 6 കാർബൺ എഴുതി. ഇനി നമ്പർ ഇടാം. നമ്പർ 1 2 3 4 5 6. 1 2 3 4 5 6 നമ്പർ ഇട്ടു. ഇനി ബ്രാഞ്ചുകൾ നമുക്ക് കൊടുക്കാം. 3ാമത്തെ കാർബൺ 3 വരും. അതായത് ഡബിൾ ബോണ്ട്. എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട്. അപ്പൊ 3ാമത്തെ കാർബൺ എന്ന് പറയുമ്പോൾ C3 ൽ നിന്ന് C4ലേക്ക് ഡബിൾ ബോണ്ട് കൊടുത്തു. ഇനി 5 എന്ന് പറയുമ്പോൾ 5ൽ നിന്ന് 6ലേക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കണം. 3 ബോണ്ട് കൊടുക്കണം. ഇനി 4-methyl 4ാമത്തെ പൊസിഷൻ CH3 4-methyl. ഇനി 2-hydroxy 2ാമത്തെ കാർബണിൽ OH 2-hydroxy. ഇനി 3ാമത്തെ കാർബൺ 3 എന്താണ്? 3-ethyl. ഞാൻ ഈഥൈൽ താഴേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്പർ മുകളിൽ കൊടുക്കാം. നമുക്ക് 3-ethyl. ഈഥൈൽ ഇവിടെ വരും. നമുക്ക് താഴെ വരയ്ക്കാം. ഓക്കെ, താഴെ വരയ്ക്കുമ്പോൾ നമുക്ക് CH2 CH3 എന്ന് വരും. CH2 CH3. ഇനി OIC ആസിഡ് ഇവിടെ വരും. ഫസ്റ്റ് കാർബൺ COOH. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുക. എല്ലാം നമ്മൾ വരയിട്ട് എല്ലാം റെഡിയാക്കുക. ഇവിടെ സിംഗിൾ ബോണ്ട് വരും. ഇവിടെ 2 സിംഗിൾ ബോണ്ട്. ഇനി ഒരു H വരും. ഇവിടെ CH സിംഗിൾ ബോണ്ട്. ഇവിടെ സിംഗിൾ ബോണ്ട്. ഇവിടെ ഒരു H. നമ്മുടെ കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിലെ ഏത് ഓപ്ഷനാണ് ശരി ഉത്തരം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. 2ാമത്തെ കാർബണിൽ നിന്ന് COOH-ഉം OH-ഉം പോകണം. 2ാമത്തെ കാർബണിൽ COOH-ഉം OH-ഉം പോകണം. ശരിയാണ്. 2ാമത്തെ കാർബണിൽ COOH-ഉം OH-ഉം പോകണം. ഇവിടെ OH പോയിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. ഇനി 2ാമത്തെ കാർബണിൽ COOH-ഉം OH-ഉം പോകണം. OH ഇവിടെ വേറെ പൊസിഷനാണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. 2ാമത്തെ കാർബണിൽ COOH-ഉം OH-ഉം പോകണം. ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് മാച്ച് ആയി വരുന്നുണ്ട്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. C4ൽ നിന്ന് ഒരു മീഥൈൽ പോകണം. അപ്പോൾ 1 2 3 4 4ാമത്തെ കാർബണിൽ നിന്ന് മീഥൈൽ. അപ്പോൾ അത് മാച്ച് ആണ്. നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. C4 C3 തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. C4ഉം C3യും ഡബിൾ ബോണ്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ സി അല്ല. നമുക്ക് ഓപ്ഷൻ ഡി മാച്ച് ആയി വരുന്നുണ്ട്. നമുക്ക് നമ്പർ 2 നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 1 2 3 4 5 6 നോക്കാം.
ഒന്നാമത്തെ കാർബൺ COH, രണ്ടാമത്തെ കാർബൺ നിന്ന് OH പോകണം. രണ്ടാമത്തെ കാർബൺ OH പോയിട്ടുണ്ട്. മൂന്നാമത്തെ കാർബൺ സിയിൽ നിന്ന് ഈഥൈൽ ഗ്രൂപ്പ് CH2CH3 പോകണം. മൂന്നാമത്തെ കാർബൺ CH2CH3 പോയിട്ടുണ്ട്. നാലാമത്തെ കാർബൺ നിന്ന് മീഥൈൽ പോകണം. നാലാമത്തെ കാർബൺ മീഥൈൽ പോയിട്ടുണ്ട്. അഞ്ചാമത്തെ കാർബണിൽ നിന്ന് ആറാമത്തെ കാർബണിലേക്ക് ട്രിപ്പിൾ ബോണ്ട് പോകണം. അഞ്ചാമത്തെ കാർബൺ ആറാമത്തെ കാർബണിലേക്ക് ട്രിപ്പിൾ ബോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ചെയ്യാൻ കഴിയും. അത് നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഈ ഒരു മോഡൽ നിങ്ങൾ ചെയ്തല്ലോ, ഇതുപോലത്തെ ഇതേ മോഡലുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഹലോ ഫ്രണ്ട്സ്, ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 1ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് 2ാം ഭാഗത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സെക്കൻഡ് പാർട്ടുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.